അപ്പോൾ ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞ് വലിയ ഇമ്പോർട്ടൻ്റ് നോമ്പ് ഇത്യാദി കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധത്തിലാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു. കാരണം മനുഷ്യ ബന്ധങ്ങൾ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ഭൂമി ലോകത്ത് മൻ റഹിമ മംഫില്ലാ റഹിമഹു മംഫിസ്സമാ, ദുനിയാവിൽ അനുഗ്രഹം ചെയ്തവർക്ക് മലക്കുകൾ അനുഗ്രഹം ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ അതിലേറ്റവും ബന്ധപ്പെട്ടവരാണ് കുടുംബങ്ങൾ. എല്ലാവരും നമ്മളെ ഹലക്കും പടച്ചതിന് വേണ്ടിയാൽ ഈ തആറഫു പരസ്പരം ആദം സന്തതികൾ അവരിൽ നിന്ന് പലരെയും പല കബീലകളും ഗോത്രങ്ങളും തറവാടുകളുമാക്കിയത് ഈ തആറഫു പരസ്പരം അറിയാൻ വേണ്ടിയാണ്. അവരിൽ ഏറ്റവും ഒത്തുമർ ഭക്തിയുള്ളവരാണ്. ഭക്തി ഉണ്ടാവണമെങ്കിൽ ഈ കുടുംബ ബന്ധം നന്നാവണം. നല്ല കുടുംബങ്ങൾക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയൂ. നമ്മൾ ഏറ്റവും വളരെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് വലിയ വയസ്സായവരെ ബഹുമാനിക്കുക. ഇന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആ സീറ്റിലിരിക്കുന്നു. ഇത് എന്തൊരു ട്രാജഡിയാണ്, ദുരന്തമാണ്. അവിടെ നിയമിച്ച കേസാണ്. അത് എന്തൊരു നിയമമാണ്. ഇങ്ങനത്തെ ഒരു മതവിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും ഒരു ജീവിത രീതിയും ഇന്ന് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അച്ചര്യ മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ കബീല, നമ്മുടെ പുവക്കാട് തറവാട്, മഹാനായ ഖുതുബുസ്സമാൻ, ബ്രിട്ടീഷുകാരോട് പോരാടി വിജയിച്ച മഹാനായ മമ്പുറം തങ്ങളുടെ ബന്ധമുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ, ആത്മീയ ബന്ധമുള്ള ഒരു വിഭാഗമാണ് ഈ പുവക്കാട്ട് കുടുംബം. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാവർക്കും അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതിലുപരി ഇന്ന് ഭൂമിയിൽ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗസയിലെ പിഞ്ചുബാലന്മാർ, ഫലസ്തീനിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, പിഞ്ചുമക്കൾ, അള്ളാഹു അവർക്ക് ധൈര്യവും സഹായവും നൽകട്ടെ. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇന്ന് ആ ലോകമാകെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട പോലെ ഇന്ന് നമ്മുടെ നേരേക്ക് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ വെള്ളിയേ ഉള്ളൂ. അതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ തന്ന സ്വഹാബത്ത്, അതിലൂടെ വന്ന ഔലിയാക്കൾ, ആ മഹാരഥന്മാരാണ് നമ്മുടെ ശക്തി. അല്ലാതെ കുറേ കാട്ടിക്കൂട്ടലുകളോ ഒരു ഇസ്ലാമിക വിരുദ്ധ നിലപാടുകളും ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ മൊബൈലിൽ നിന്ന് കാണുന്ന ഈ കോമഡികളും അതിൽ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. ഇന്ന് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബം, പുവക്കാട് കുടുംബം, ഇതിന് വിരുദ്ധമായിട്ട് ഒരു പ്രതിജ്ഞ നമ്മൾ കൈക്കൊള്ളണം. എന്ത്? ഈ ഇസ്ലാമിക വിരുദ്ധം നമുക്ക് ഈ കണക്ഷൻ സ്ഥാപിക്കേണ്ടത് റസൂലുള്ളാഹിയിലേക്ക്, അവിടുത്തെ അമ്പിയാക്കൾ, ഔലിയാക്കളിലേക്ക്. ഖുതുബുസ്സമാൻ, ഞാൻ പറഞ്ഞു, ഖുതുബുസ്സമാൻ നമ്മുടെ പിതാമഹന്മാരുടെ ബന്ധമുള്ള മഹാന. അവർ ബ്രിട്ടീഷുകാരോട് ജനിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പിതൃവ്യൻ മാത്രമല്ല, ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ലീഡർ, ആത്മീയ നേതാക്കളുടെ നേതാവാണ് ഖുതുബുസ്സമാൻ. ഇന്ന് ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ബന്ധപ്പെടുകയും അവിടെ ഒരു മൈത്രിയോടെ നീങ്ങുന്ന ഒരു മഹാമഹൽ വ്യക്തിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫൈസി അവറുകളുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ സമയം കവർന്നുകൊണ്ട് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, പ്ലീസ് നോട്ട് ഇറ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കുടുംബങ്ങളിലെ ചെറിയ വിദ്യാർത്ഥികളും കുട്ടികളും മാതാപിതാക്കൾ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, വയസ്സായവരെ ബഹുമാനിക്കുക. അത് നഷ്ടപ്പെടരുത് മക്കളെ, അത് വലിയ ശാപമാണ്. അതുപോലെ നമ്മളെ വയസ്സായ ഉപ്പമാരും ഉമ്മമാരെ അവരെ സ്നേഹിക്കണം, ആദരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം നഷ്ടമാണ്. അവരെ ശാപം കിട്ടിയാൽ നശിച്ചു പോകും. അതുണ്ടാവരുത് നമ്മുടെ കുടുംബത്തിൽ. മറ്റൊന്ന്, കുടുംബ ബന്ധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാനസികമായിട്ട് യോജിക്കാത്ത ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ മറ്റൊന്ന്, നമ്മളിൽ നിന്ന് മരണ റിപ്പോർട്ട് പോയ അടുത്ത് നമ്മൾ
ചെങ്കട്ടിക്കൽ നമ്മൾ ഒരു ബന്ധു മരണപ്പെട്ടു, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാകട്ടെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആ ഇസ്ലാമിക അനിസ്ലാമിക വിരുദ്ധമാകുന്ന ഒരു പ്രവൃത്തിയും ഒരു ചിന്തയും ഒരു നീക്കവും നമ്മളിൽ നിന്നോ നമ്മളെ കുട്ടികളിൽ നിന്നോ വേറെ മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നോ അള്ളാഹു വരുന്നതിന് തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഈ ഭൗതിക ലോകത്തിൻ്റെ വളവളപ്പിൽ നശിച്ചു പോകാത്ത ഒരു കുടുംബമായി നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഖുത്ബുസ്സമാൻ അസ്-സയ്യിദ് അലവിൽ മമ്പറമിയ ബൗലദ്ദവീല റളിയല്ലാഹു അൻഹുവിൻ്റെ മദദും കാരുണ്യവും ആ ബന്ധവും കണക്ഷനും നമ്മളിൽ നമ്മളെ കുട്ടികളും കൂട്ടുകുടുംബങ്ങളിലും മക്കളിലും എന്നെന്നും അള്ളാഹു നിർത്തിത്തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ. പടച്ചവനെ, അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. മരണസമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ശരിയായി ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാസ്റ്റ് നമുക്ക് ഇതിനു വേണ്ടി വേദിയൊരുക്കുക മഹത്തുക്കളായ നമ്മളെ കുടുംബത്തിൽ ദ ബ്ലഡ് ഓഫ് സോൾജിയേഴ്സ് മേക്സ് ദി ഗ്ലോറി ഓഫ് ദി ജനറൽ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഗ്ലോറിയും പ്രശസ്തി അവരിലേക്കാണ് പോകുന്നത്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ഇതുപോലെ നമുക്ക് നല്ല സംഗമങ്ങളും ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.